എപ്പോഴും പറയല്ലേ, ഹലോ. ഷംസുൽമാനെയൊക്കെ മുത്തുനബിയില്ലേ, ആ മുത്തുനബിയെ ഞാൻ നേരിട്ട് കണ്ടു ഫയാസെ. ആ എന്ത് രസമാന്നോളിയാ മുത്തുനബീനെ. ഷംസുലുമ എന്റെ കൂടെണ്ടാ. ഉം, ഷംസുലുമ എന്റെ കൈ പിടിച്ചത്. ഉം, മോൻ വിഷമിക്കണ്ടാന്ന് പറഞ്ഞാ ഷംസുലുമ എടുത്ത് പോവാൻ പോവാ. ഉം. എന്നിട്ടിപ്പോ ആ അവിടെ എത്തി. പോകുന്ന വഴിക്ക് 2-3 ഹൈവാൻ ഓടിക്കാൻ വേണ്ടി, എന്താ? രണ്ടുപേരെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവറായിട്ട് വിളിച്ചു ഞാൻ. ആ അവന്മാരെന്ത് ചെയ്തു, എന്റെ ദേഹത്ത് ശൈത്താനാണെന്ന് കരുതിയിട്ട് ഒരു മന്ത്രവാദി എടുത്തു കൊണ്ടുപോയി. ഉം, ഈ മന്ത്രവാദി എടുത്ത് പോകുന്ന സമയത്ത് തന്നെ ഇവന്മാര് ഒരു സാധനത്തിൽ പൊടി കലക്കിയിട്ട് എനിക്ക് വെള്ളം കൊണ്ട് തന്നു, ഉം, ഉറക്ക ഗുളിക തന്നു. ഉം, പക്ഷെ ഇത് ഞാൻ കുടിച്ചില്ല. ഇത് ഉം, കൊണ്ട് തന്നപ്പോ തന്നെ പറയടാ, ഇത് ഉറക്ക ഗുളികയാ, ഇത് ഞാൻ കുടിച്ചാൽ ഉറങ്ങും. ഉം, എന്നിട്ട് ഒറ്റ കുളി കുടിച്ചു. ഉം, എന്നിട്ട് ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞു. ഉം, ഉറങ്ങിയില്ലല്ലോ. അവന്മാർ ഉറക്ക ഗുളിക തന്നിട്ട് ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഉം, എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയി പോയി വന്ന് കുറെ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എന്റെ അടുത്ത് മുത്തുനബി പറഞ്ഞു കുറച്ച് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങി. അപ്പൊ ഉം, ഞാനങ്ങ് റൗദിൽ പോയടാ മുത്തുനബിയുടെ കൂടെ. ഉം. എന്നിട്ട് ഞാൻ റൗദയിൽ പോയ സമയത്ത് ഇവന്മാരെന്ത് ചെയ്തു, എന്നെ മന്ത്രവാദി എടുത്തു കൊണ്ടുപോയി. എന്നിട്ട് ഈ മന്ത്രവാദി ഒരു മിസ്ബാഹിയായിരുന്നു, മുറുക്കുന്ന. എന്നിട്ട് ഓൻ എന്റെ തലയെ കൈവച്ച് എന്തൊക്കെയോ ഓതി മന്ത്രിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവൻ വലിയ ഷേഖുകളി കളിച്ചു. എന്നിട്ട് എന്നിട്ട് ഇവന്മാരോട് പറഞ്ഞെന്ന് ഇനി വീട്ടിൽ കൊണ്ട് കിടത്ത് ഉറക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഇവന്മാര് വണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ മദീനത്തുനിന്ന് തിരിച്ചു വന്നല്ലോ. മദീനത്ത് പോയാ? ഞാൻ ഇന്നലെ രാത്രി പോയല്ലോ. ഞാൻ മദീനത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ ചാടി എണീറ്റിട്ട് ആ കള്ള മന്ത്രവാദിയെ പിടിച്ചിട്ട്, നിന്റെ അടുത്ത് വരുന്ന ശൈത്താങ്കളോട് നീ കളിച്ചാ മതി, എന്നോട് കളിക്കണ്ട, ഞാൻ മുത്തിനെ. എന്നിട്ട് ഉമാരെ കൊണ്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഇപ്പൊ ഞങ്ങൾ ആലുവയിലെത്തി. ആലുവയിൽ ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖിന് ഇഷ്ടപ്പെട്ട ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് നിന്റെ കൂടെ ആരാണ്? എന്റെ വാപ്പയുണ്ട്, എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനുമുണ്ട്. ഇവരെയൊക്കെ കൂട്ടാമോ? വല്ലുപ്പയാണല്ലോ പറഞ്ഞത്. നിന്റെ കൂടെ ആരാണ് ഇപ്പൊ ഉള്ളത്? ഷാജഹാൻ ഉസ്താദും അമീൻ ഉസ്താദൊക്കെ എന്ന് വരൂടാ. എടാ, അപ്പൊ നിന്റെ കൂടെ ഇപ്പൊ വണ്ടിയിലുള്ള ആരാണെന്ന്? ഹാദിമീങ്ങൾ അവരൊക്കെ. ഞാനിപ്പോ പള്ളിയിലടാ. ഞാൻ ഇങ്ങനെ പള്ളിയിൽ പുറത്തിങ്ങനെ നടക്കുക. എനിക്ക് ഉറക്കമില്ലല്ലോ, ഹാദിമീങ്ങൾ എത്ര ആരാ ഉള്ളത്? ദിവസമായി. അവന്മാരെ മനുഷ്യന്മാരാ. മനുഷ്യന്മാരാന്ന് മനസ്സിലായി. നിന്റെ കൂടെ വണ്ടിയുള്ള ആരാ? ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ നിനക്ക് എന്നെ തിരിയൂലടാ. തിരിയണ്ട, നീ ഇപ്പൊ ഫോൺ കട്ട് ചെയ്യില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറ നാസർസ്ഥാനെ കാണണമല്ലോ എനിക്ക്. നീ ഇപ്പൊ എങ്ങോട്ട് പോവാ? ഞാനിപ്പോ കോഴിക്കോട്ടേക്ക് പോവാ. കോഴിക്കോട്ടേക്ക് പോവാ. ആ AP-നെ കാണണം. അവനെ അടക്കി ഇരുത്താൻ വേണ്ടി. അവന്റെ ടീമെല്ലാം കൂടെ എനിക്ക് സിഹർ ചെയ്യാൻ വേണ്ടി പോവാ. അവന്റെ ടീമെല്ലാം കൂടെ എന്നെ ഭ്രാന്തനാന്ന് പറയാൻ പോയി. മുസ്ലിനബി വന്നിട്ട് പറഞ്ഞു, AP-നോട് പോയി പറയാൻ പറഞ്ഞു, അടങ്ങിയിരിക്കാൻ പറയാൻ പറഞ്ഞു. ഷംസുലുമ പറഞ്ഞു, ഇല്ലെങ്കിൽ മൊത്തത്തിൽ നിരത്തിക്കളയെന്ന് പറഞ്ഞു അവന്റെ ടീമിനെ പറയാൻ പറഞ്ഞു ഷംസുലുമ എന്നോട്. ഞാൻ പറഞ്ഞിട്ട് വരാൻ AP വിളിച്ചല്ലോ ഞാൻ AP-നെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മെനിഞ്ഞാന്ന് വരെ നിനക്കൊരു പ്രശ്നമില്ലായിരുന്നല്ലോ, എന്ത് പറ്റി നിനക്ക്? എടാ, മുത്തുനബിയെ കണ്ടാ ഞാൻ, നീ ഒന്നും വിശ്വസിക്കത്തില്ല. ഞാൻ എന്റെ ഉസ്താദിനെ വിളിക്കട്ടെ, ഒരു മിനിറ്റ്. ഏത് ഉസ്താദിനെ? എന്റെ ഹബീബ് ഉസ്താദിനെ, എന്റെ മുത്തേ. എടാ പറയട്ടെ, നീ ഇപ്പൊ അതിന്റെ കൂടെ ആരാ ഉള്ളത്? ഞാൻ ഒറ്റയ്ക്ക്, ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാം.